ഇത്തവണത്തെ ഓണം തൂഫാൻ ഓണമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. കൊടുങ്ങല്ലൂരിൽ തകൃതോണം ഓണം മെഗാ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി OJ ജനീഷ് അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷത്തിന് മുൻപായി ചന്തപ്പുരയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്ന ഘോഷയാത്ര നടന്നു. നാടും നഗരവും ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങൾ, പുലിക്കളി, കുതിര, ഒട്ടകം, മാവേലി, ഫ്ലോട്ടുകൾ, ശിങ്കാരിമേളം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, SPC, NSS, കുടുംബശ്രീ അംഗങ്ങൾ അണിനിരന്നു. മന്ത്രി OJ ജനീഷ്, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, നഗരസഭാ കൗൺസിലർ VM ജോണി, KR വിദ്യാസാഗർ, ES സാബു, PV രമണൻ, KP സുനിൽകുമാർ, സുനിൽ കളരിക്കൽ, സനിൽ സത്യൻ, ഷഹീൻ K മൊയ്തീൻ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഇത്തവണത്തെ ഓണം നമ്മൾ തുഫാൻ ഓണമായി ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തുഫാൻ എന്താണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. നമ്മുടെ പുതിയ തലമുറയെ രാസലഹരിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് എല്ലാവരും പറഞ്ഞു, ഇത്തവണ ഇത് തുഫാൻ ഓണമായി ആഘോഷിക്കണം. കാരണം നമ്മുടെ തലമുറകളെ രക്ഷിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഓപ്പറേഷൻ തുഫാന് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു ജാതി മത പരിഗണനയുമില്ല. കേരളത്തിലെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഈ വലിയ തോതിലുള്ള മരണത്തിന്റെ വ്യാപാരികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണിത്. ലഹരിയിൽ അടിപ്പെട്ടു പോയാൽ, പ്രത്യേകിച്ച് രാസലഹരിയിൽ അടിപ്പെട്ടു പോയാൽ പിന്നെ മോചനമില്ല. അമ്മമാരിൽ നിന്നാണ്, സഹോദരിമാരിൽ നിന്നാണ്. കാരണം അവർക്കാണ് കുടുംബത്തിലെ വേദനകളും പ്രയാസങ്ങളും ഏറ്റവും കൂടുതൽ നേരിട്ടറിയാൻ കഴിയുന്നത്. 76 ദിവസം കൊണ്ട് 10,000 കടന്നിരിക്കുകയാണ് അറസ്റ്റ്. 10,015 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 9,500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. 125 കോടിയിലധികം മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. നിരവധി ആളുകളുടെ പേരിൽ കാപ്പ ചുമത്തി. ധാരാളം ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു സംശയവും എനിക്ക് വേണ്ട, കേരളത്തിന്റെ 4 അതിരുകൾക്കുള്ളിൽ രാസലഹരി കടന്നു വരില്ല എന്ന നിശ്ചയദാർഢ്യമാണ് നമുക്കെല്ലാവർക്കും.